لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، فعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم: لقد كان فيما قبلكم من الأمم ناس محدثون فإن يك في أمتي أحد فإنه عمر. رواه البخاري. ورواه مسلم من رواية عائشة رضي الله عنها. وفي روايته ما قال ابن وهب: മുഹദ്ദസൂന ഐ മുൽഹമൂന. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റിയാദുസ് സാലിഹീനിൽ കറാമാത്തുൽ ഔലിയാഇന്റെ കറാമത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധ്യായത്തിൽ വന്നിട്ടുള്ള ഹദീസുകളാണ് ഇപ്പോൾ നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭവനത്തിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞയച്ച അതിഥികൾക്ക് ഭക്ഷണം നൽകിയപ്പോൾ ആ വീട്ടിൽ വെച്ച് ആ അതിഥികൾ ഭക്ഷണം എടുക്കും തോറും പാത്രത്തിൽ ഭക്ഷണം വർദ്ധിച്ചു വന്ന അത്ഭുതകരമായ ഒരു സംഭവം, കറാമത്തുണ്ടായത് അബൂബക്കർ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസാണ് നമുക്ക് വായിക്കുവാനുള്ളത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ് ആ ഹദീസ് ഉദ്ധരിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു: ലഖദ് കാന ഫീമാ ഖബ്ലകും മിനൽ ഉമമി, നിങ്ങളുടെ മുമ്പുള്ള സമുദായങ്ങളിൽ തീർച്ചയായും ഉണ്ടായിട്ടുണ്ട്, നാസുൻ ചില ആളുകൾ, മുഹദ്ദസൂന. മുഹദ്ദസൂന എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സുകളിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ തോന്നിക്കലുകൾ ഉണ്ടായ ആളുകൾ കഴിഞ്ഞുപോയിട്ടുണ്ട് എന്നർത്ഥം. ഉൾവിളി ഉണ്ടായ ആളുകൾ എന്നും നമുക്ക് പറയാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഫഇൻ യകു ഫീ ഉമ്മത്തി അഹദുൻ, എൻ്റെ സമുദായത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഫഇന്നഹു, തീർച്ചയായും അത് ആരായിരിക്കും? ഉമറായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇത് ഇമാം ബുഖാരി അതുപോലെ തന്നെ ഇമാം മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ രണ്ട് റിപ്പോർട്ടുകളിലും ഇബ്നു വഹബ് റഹിമഹുല്ലാ മുഹദ്ദസൂന എന്ന നബി തങ്ങളുടെ ആ വാചകത്തിന് ശറഹ് നൽകിയത് ഐ മുൽഹമൂന എന്നാണ്. ഇൽഹാമ് ലഭിക്കപ്പെട്ടവർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന ധാരാളം സംഭവങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി ഉമർ റളിയല്ലാഹു അൻഹുവിനെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞ ഒരു വാചകമാണ് നമ്മൾ ഈ ഹദീസിലൂടെ കേൾക്കുന്നത്. അതായത്
മുൻകഴിഞ്ഞു പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സമുദായങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് മുഹദ്ദസൂന, അതായത് സത്യത്തിൻ്റെതായ ഉൾവിളികൾ അവരുടെ ഹൃദയങ്ങളിൽ തോന്നപ്പെട്ട ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇൽഹാം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന തോന്നലുകളാണ്. ആ തോന്നലുകൾ സവാബായ നിലക്ക്, ഏറ്റവും ശരിയായ നിലക്കുള്ള തോന്നലുകൾ ലഭിക്കപ്പെട്ട ആളുകൾ മുമ്പ് കാലത്തുണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ പറയുന്ന ആ വാക്കുകൾ അത് സത്യത്തോട് 100% യോജിച്ചു വരും. ഇത് അള്ളാഹു അവനുദ്ദേശിക്കുന്ന അവൻ്റെ ചില അടിമകളിലൂടെ നൽകുന്ന, അതല്ലെങ്കിൽ അവരിലൂടെ പ്രകടമാക്കുന്ന അത്ഭുതങ്ങളാണ്. ആ വ്യക്തി ഒരു വാക്ക് പറഞ്ഞാൽ, അതല്ലെങ്കിൽ ഒരു വിഷയത്തിൽ ഒരു മതവിധി, ഒരു ഫത്വ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ ശേഷം അത് ബോധ്യമാകും എന്ത്, ആ പറഞ്ഞ കാര്യമായിരുന്നു 100% സത്യമായത് എന്ന്. അങ്ങനെയുള്ള തൗഫീഖ് നൽകപ്പെട്ട ആളുകൾ മുൻ സമുദായങ്ങളിൽ കഴിഞ്ഞുപോയിട്ടുണ്ട് എന്നർത്ഥം. നമുക്കറിയാവുന്ന കാര്യമാണ്, പരിശുദ്ധ ഖുർആനിൽ തന്നെ കാണാൻ സാധിക്കും, വൗഹൈനാ ഇലാ ഉമ്മി മൂസ, മൂസ അലൈഹിസ്സലാമിൻ്റെ മാതാവിന് നാം വഹീ നൽകി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാതാവിന് ഇവിടെ വഹീ നൽകി എന്ന പ്രയോഗം അവർക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ അള്ളാഹു അവർക്ക് നബിമാർക്ക് നൽകുന്നത് പോലെ വഹീ നൽകി എന്ന അർത്ഥത്തിലല്ല. കാരണം പ്രവാചകന്മാരിൽ ആരും സ്ത്രീകളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. പിന്നെ അവിടെ മൂസാ അലൈഹിസ്സലാമിൻ്റെ മാതാവിന് നാം ബോധനം നൽകി എന്ന് പറഞ്ഞാൽ അത് അവരുടെ മനസ്സിൽ അള്ളാഹു തോന്നിപ്പിച്ചു, ഇൽഹാമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയാണ്, മുൻകഴിഞ്ഞ സമുദായങ്ങളിൽ അങ്ങനെ പലരും ഉണ്ടായിട്ടുണ്ട്, എൻ്റെ സമുദായത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉമറാണ് റളിയല്ലാഹു അൻഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നിടത്ത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിലൂടെ ഒരുപാട് ഇതേപോലെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അഭിപ്രായങ്ങളൊക്കെ പിന്നെ 100% സത്യവുമായി യോജിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു തൗഫീഖ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഈ ഒരു സംസാരത്തിൽ നിന്ന് അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചിരുന്ന ഈ വചനം നമുക്കത് അറിയിച്ചു തരികയാണ്. മുൻ സമുദായങ്ങളിൽ അങ്ങനെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. അവർ പറഞ്ഞതൊക്കെ സത്യത്തോട് യോജിച്ചു വരിക, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടായ ആ തോന്നലുകൾക്കനുസരിച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നു. ഇപ്പൊ പരിശുദ്ധ ഖുർആനിൽ തന്നെ ഇതേപോലെ തന്നെ വഹീ എന്ന് പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. വൗഹാ റബ്ബുക ഇലൻ നഹ്ലി എന്ന്, തേനീച്ചക്ക് അള്ളാഹു വഹീ കൊടുത്തു. തേനീച്ചക്ക് വഹീ കൊടുത്തു എന്ന് പറഞ്ഞാൽ തേനീച്ചയുടെ പ്രകൃത്യാ തന്നെ ആ തേനീച്ചക്ക് തോന്നിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ സൃഷ്ടിപ്പിൽ തന്നെ അതിന് അള്ളാഹു ഒരു ബോധനം, ഒരു തോന്നിപ്പിക്കൽ നൽകിയിട്ടുണ്ട്. അതെങ്ങനെ അതിൻ്റെ ഭക്ഷണം ശേഖരിക്കണം, പൂക്കളിൽ എന്നതെങ്ങനെ മധു നുകരണം, ശേഖരിക്കണം, അതേപോലെ തന്നെ അതിന് താമസിക്കുവാനുള്ള സ്ഥലം അതെങ്ങനെ തയ്യാറാക്കണം തുടങ്ങിയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ, അതനുസരിച്ചാണ് ആ ജീവി ഏത് കാലത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ സഹോദരങ്ങളെ, വഹ്യ് എന്ന് പറയുന്നത് ഭാഷയിൽ പല നിലക്കും പ്രയോഗിക്കപ്പെടുന്ന ഒരു പദമാണ്. ഔഹ, വഹ്യ് നൽകി. അവിടെയൊക്കെ പ്രവാചകന്മാർക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ നൽകിയ ആ വഹ്യ് എന്ന സാങ്കേതികമായ അർത്ഥം മാത്രമല്ല ഉദ്ദേശിക്കപ്പെടുന്നത്. ഇത് നമ്മൾ ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? ഞാനൊരു ഉദാഹരണം സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ മൂസാ അലൈഹിസ്സലാമിൻ്റെ ഉമ്മാക്ക് ഈ വിധത്തിൽ ഇൽഹാമുകൾ അല്ലാഹു തആല നൽകിയിരുന്നു. ആ ഇൽഹാം അനുസരിച്ച്, ആ ഉൾവിളി അനുസരിച്ചാണ് അവർക്ക് ഇന്ന കാര്യം പ്രവർത്തിക്കണം, അത് പ്രവർത്തിച്ചേ പറ്റൂ എന്ന് അവരുടെ മനസ്സിൽ കൃത്യമായി തോന്നുകയാണ്. അത് അള്ളാഹു തോന്നിപ്പിച്ചതാണ്.
അങ്ങനെ തോന്നിയ ആ കാര്യങ്ങൾ അനുസരിച്ചായിരുന്നു അവർ പല കാര്യങ്ങളും നടത്തിയത് എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാണ്, എൻ്റെ സമുദായത്തിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അത് ഉമറാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനും ഇതേപോലെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ അതിശക്തമായ നിലക്ക് പിന്നീട് അത് സത്യമായി തെളിഞ്ഞ ഉൾവിളികൾ, മനസ്സിലെ തോന്നലുകൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇൽഹാം. അത് അള്ളാഹുവിനോട് അടുത്ത ഏറ്റവും നല്ല, റബ്ബിനോട് എത്രത്തോളം അടുപ്പമുണ്ടോ അത്രത്തോളം ആ ആളുകളുടെ ഖൽബുകളിൽ തോന്നുന്ന തോന്നിപ്പിക്കലുകൾ അള്ളാഹുവിങ്കൽ നിന്നുള്ളതായിരിക്കും. നേരെ മറിച്ച് തെറ്റുകൾ ചെയ്യുന്ന തെമ്മാടികളായ ആളുകൾക്കുണ്ടാവും ചില ഉൾവിളികളും തോന്നലുകളും ഒക്കെ. അതൊക്കെ പിശാച്ചിൽ എന്നുള്ള വസ്വാസുകളായിരിക്കും, പിശാച്ച് തോന്നിപ്പിക്കുന്ന തോന്നിപ്പിക്കലുകളായിരിക്കും. തോന്നലുകൾ മനുഷ്യ മനസ്സിൽ ആരുടെ മനസ്സിലും വരുമല്ലോ. അത് മുഅ്മിനിന്റെ മനസ്സിലുണ്ടാകും, കാഫിറിന്റെ മനസ്സിലുണ്ടാകും, ഫാസിഖുകളായ ആളുകളുടെ മനസ്സിലൊക്കെ ഉണ്ടാകും ഈ തോന്നലുകൾ. ആ തോന്നലുകളെല്ലാം ഒരേപോലെയല്ല. റബ്ബിനോടുള്ള നമ്മുടെ ഈമാനിന്റെ ദാർഢ്യതയനുസരിച്ച്, സൽക്കർമ്മങ്ങളുടെ തോതനുസരിച്ചൊക്കെ നല്ലവരായ മഹാന്മാരിൽ തോന്നുന്ന തോന്നലുകൾ, അവരുടെ മനസ്സിൽ തോന്നുന്ന ഉൾവിളികൾ ഉണ്ടല്ലോ, ആ ഉൾവിളികൾ സത്യത്തോട് 100% യോജിച്ചു വരും. അതിൻ്റെ അർത്ഥം അവർ മഅസൂമുകളാണ്, അവർ പ്രവാചകന്മാരെ പോലെയാണ്, അവരുടെ ഒരു വാക്കുകളിലും അബദ്ധം സംഭവിക്കുകയില്ല എന്നൊന്നും അതിൽ നിന്ന് ആരും മനസ്സിലാക്കരുത്. നേരെ മറിച്ച് അത്തരത്തിലുള്ള ആളുകളുടെ ആ തോന്നലുകളിൽ നല്ലൊരു ശതമാനവും, മഹാഭൂരിഭാഗവും നന്മയോട് അതല്ലെങ്കിൽ സത്യത്തോട് 100% യോജിച്ചായിരിക്കും വരിക. അങ്ങനെയുള്ള തൗഫീഖ് നൽകപ്പെട്ട മഹാന്മാരിൽപ്പെട്ട വ്യക്തി എൻ്റെ സമുദായത്തിൽ ഉണ്ടെങ്കിൽ അത് ഉമറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തന്നിരിക്കുകയാണ്. ഇതാണ് ഇപ്പൊ നമ്മൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനുണ്ടായ കറാമത്തുകളാണ് ആ തോന്നലുകൾ. ആ തോന്നലുകളൊക്കെ സത്യമായി മാറിയിരുന്നു എന്നാണ്. ഇവിടെ മുഹദ്ദസൂന എന്ന് പറഞ്ഞതിന് ഇബ്നു വഹബ് റഹിമഹുല്ലാ നൽകിയ ശറഹ് ഹദീസിൽ ശേഷം നവവി ഉദ്ധരിച്ചത് നമ്മൾ വായിക്കുകയുണ്ടായി. അതിൻ്റെ അർത്ഥം എന്താണ്? മുൽഹമൂന എന്ന് പറഞ്ഞാൽ ഇൽഹാം നൽകപ്പെട്ടവർ എന്നർത്ഥം. ഇൽഹാം നമ്മൾ മനസ്സിലാക്കുക. എന്താണ് ഇൽഹാം എന്ന് പറഞ്ഞാൽ? ഒന്നുകൂടെ വ്യക്തമാകാൻ വേണ്ടി ആവർത്തിക്കുകയാണ്. അൽഹമ എന്ന് പറഞ്ഞാൽ തോന്നിപ്പിച്ചു എന്നാണ് അർത്ഥം. ഇൽഹാം തോന്നിപ്പിക്കലുകൾ. അപ്പൊ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള തോന്നിപ്പിക്കലുകൾ ഉണ്ടാകും, ശൈത്താന്റെ ഭാഗത്ത് നിന്നുള്ള തോന്നിപ്പിക്കലുകൾ ഉണ്ടാകും. അപ്പൊ മാനസികമായി മനസ്സിൽ നിന്നുണ്ടാകുന്ന അത്തരത്തിലുള്ള തോന്നിപ്പിക്കലുകൾ അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള തോന്നിപ്പിക്കലുകളായി മാറുന്നത് എപ്പോഴാണ്? റബ്ബിനോട് കൂടുതൽ അടുക്കുന്ന വ്യക്തിത്വങ്ങൾക്കാണ്. അങ്ങനെ നല്ലൊരു കാര്യങ്ങളിൽ, പലവിധ വിഷയങ്ങളിൽ ഈ പ്രത്യേകമായ കറാമത്ത് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിലൂടെ സംഭവിച്ചത് അവിടുത്തെ പല അഭിപ്രായ പ്രകടനങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന പല വാക്കുകളും അല്ലെങ്കിൽ അവിടുന്ന് അഭിപ്രായപ്പെട്ട പല അഭിപ്രായങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനോട് യോജിച്ചുകൊണ്ടാണ് പിന്നീട് ആയത്തുകൾ ഇറക്കിയിട്ടുള്ളത്. ഇപ്പൊ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസിൽ തന്നെ കാണാം, ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്നെ പറയുന്നുണ്ട്, റബ്ബ് അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തൊരു വലിയ അനുഗ്രഹം സന്തോഷപൂർവ്വം അദ്ദേഹം എടുത്തു പറയുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, വാഫഖ്തു റബ്ബി ഫീ സലാസിൻ, ഞാൻ എൻ്റെ റബ്ബുമായി യോജിച്ചു, എൻ്റെ റബ്ബിനോട് ഞാൻ യോജിച്ചിട്ടുണ്ട്. ഫീ സലാസിൻ, 3 കാര്യങ്ങളിൽ. ഈ ഒരു റിപ്പോർട്ടിൽ അദ്ദേഹം 3 കാര്യങ്ങൾ എടുത്തു പറയാണ്. അതായത് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ പറഞ്ഞ 3 കാര്യങ്ങളെ കുറിച്ച് അപ്പൊ തന്നെ അതേ നിലപാട് വ്യക്തമാകും വിധത്തിൽ ആയത്തിങ്ങോട്ട് ഇറങ്ങുകയാണ്. ഇതൊരു വലിയ കറാമത്ത് തന്നെയാണല്ലോ. റബ്ബ് അദ്ദേഹത്തിലൂടെ പ്രകടമാക്കിയ ഒരു കറാമത്ത്, അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് ഉണ്ടായ സംഭവങ്ങളാണ് അതൊക്കെ. ഏതൊക്കെയായിരുന്നു അത്? ഒരിക്കൽ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ റസൂലിനോട് പോയിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, പ്രവാചകരെ, ലവിത്തഖദ്നാ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, ഇബ്രാഹിം മഖാമിന്റെ പിന്നിൽ നിന്നുകൊണ്ട്
നമസ്കരിക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുകയാണ്. എനിക്കങ്ങനെ അഭിപ്രായമുണ്ട്. അതിപ്പോൾ നമ്മൾ തവാഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും? തവാഫിന്റെ അവസാന ഭാഗം എന്ന നിലക്ക് തവാഫ് കഴിഞ്ഞാൽ കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമ്മൾ നിസ്കരിക്കുന്നു 2 റക്അത്ത്. പക്ഷെ ആ സമയത്ത് മഖാം ഇബ്രാഹിം നമ്മുടെ ഇടയിലായിരിക്കും. കഅബയുടെയും നമ്മുടെയും ഇടയിൽ വരുന്ന വിധത്തിൽ പള്ളിയിൽ എവിടെയാണോ സൗകര്യമുള്ളത് അവിടെ വെച്ച് നമ്മൾ 2 റക്അത്ത് നമസ്കരിക്കൽ സുന്നത്തുണ്ട്. ഈ ആചാരം നടപ്പിലാകുന്നതിൻ്റെ മുമ്പ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരു മോഹം, ഇബ്രാഹിം മഖാമിന്റെ പിന്നിൽ ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് നമസ്കരിക്കുന്നവർ നമസ്കാരം അള്ളാഹു നിശ്ചയിച്ചിരുന്നുവെങ്കിൽ എന്നൊരാഗ്രഹം ആര് പ്രകടിപ്പിച്ചു? ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പ്രകടിപ്പിച്ചു. അദ്ദേഹം തന്നെ പറയാണ്, ഫനസലത്ത്. ആ ആഗ്രഹത്തോട് യോജിച്ചുകൊണ്ട് അള്ളാഹു ഉടനെ ആയത്തിറക്കി. സൂറത്തുൽ ബഖറയിലെ 125-ാമത്തെ ആയത്ത്, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. നിങ്ങൾ ഇബ്രാഹിം മഖാമിൽ മുസല്ലയായി നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. അങ്ങനെ ആ വചനം ഇറങ്ങിയതിൻ്റെ ശേഷമാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് തവാഫിൻ്റെ ശേഷം 2 റക്അത്ത് ഇങ്ങനെ മഖാമ് ഇബ്രാഹിം കഅബയുടെയും നിസ്കരിക്കുന്ന വ്യക്തിയുടെയും ഇടയിൽ വരുന്ന വിധത്തിൽ നിസ്കരിക്കാനുള്ള നിയമം കൊണ്ടുവന്നത്. നോക്കൂ നിങ്ങൾ, ഇത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രകടിപ്പിച്ച ഒരു ആഗ്രഹത്തോട്, അദ്ദേഹം പറഞ്ഞ ഒരു വാചകത്തോട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ ആ തോന്നല് പ്രകടമാക്കിയപ്പോൾ അതിനനുയോജ്യമായി കൊണ്ട് ആയത്തിറങ്ങിയ അത്ഭുതം സംഭവിച്ചതാണിത്. ഇനി അദ്ദേഹം പറയുന്നുണ്ട് ആയത്തുൽ ഹിജാബി, 2ാമത്തെ ആയത്ത് അതാണ്. 2ാമത്തെ ആയത്ത് ഇറങ്ങുന്നത് ഹിജാബിന്റെ ആയത്ത്. ഏതാണ് ഹിജാബിന്റെ ആയത്ത്? പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു തആല പറയുന്നുണ്ട് സൂറത്ത് അഹ്സാബിലെ 59-ാമത്തെ ആയത്തിൽ, യാ അയ്യുഹൻ നബിയു, ഓ നബിയേ, ഖുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ദാലിക അദ്നാ അൻ യുഅറഫന ഫലാ യുഅ്ദൈൻ വകാന അല്ലാഹു ഗഫൂറർ റഹീമ. എന്താ അവിടെ പറയുന്നത്? ഓ നബിയെ, താങ്കളുടെ ഭാര്യമാരോടും പെൺമക്കളോടും സത്യവിശ്വാസിനികളായ സ്ത്രീകളോടുമൊക്കെ പറഞ്ഞേക്ക്, അവർ അവരുടെ മാറിടത്തിലൂടെ അവരുടേതായ മക്കനകൾ അവർ താഴ്ത്തിയിടട്ടെ, അവരുടെ മേൽ വസ്ത്രങ്ങൾ അവരുടെ മേൽ അവർ താഴ്ത്തിയിടട്ടെ. അതാണ് അവർ തിരിച്ചറിയപ്പെടുവാനും അവർ ദ്രോഹിക്കപ്പെടാതിരിക്കുവാനുമൊക്കെ ഏറ്റവും യോജിച്ചത്. അള്ളാഹു എല്ലാം പൊറുക്കുന്നവനാണ്, കാരുണ്യവാനാണ് എന്നൊക്കെയുള്ള ആശയം വരുന്നൊരു വചനം. ഇതാണ് ഹിജാബിന്റെ വചനം എന്ന് അറിയപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് ഈ ആയത്ത് അവതരിക്കുന്നതിൻ്റെ മുമ്പ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അള്ളാഹിന്റെ റസൂലിനോട് പോയിട്ട് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂലെ, ലൗ അമർത്ത നിസാഅക, അങ്ങയുടെ ഭാര്യമാരോട് അങ്ങ് കൽപ്പിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അയ്യഹ്തജിബ്ന, അവർ മറ സ്വീകരിക്കണം എന്ന്. കാരണം ഫഇന്നഹു യുകല്ലിമുഹുന്നൽ ബർറു വൽ ഫാജിറു, നല്ലവരായ ആളുകളും അത്ര നല്ല ശുദ്ധ മനസ്കരല്ലാത്ത ആളുകളുമൊക്കെ ഉമ്മമാരോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവരോട് നേർക്കുനേരുള്ള ആ സംസാരം കണ്ട് മാറിയിട്ട് ആ സംസാരിക്കുമ്പോൾ ഉമ്മമാരോട് സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന വ്യക്തികളുടെയും ഉമ്മമാരുടെയും ഇടയ്ക്കൊരു മറ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുകയാണ്. അങ്ങനെ അങ്ങക്ക് പറഞ്ഞൂടെ, അങ്ങനെ ഒന്ന് നിയമം അവരോട് പറഞ്ഞൂടെ എന്ന് ഞാൻ അള്ളാഹിന്റെ റസൂലിനോട് പോയിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നാണ്. ആ ആഗ്രഹം പ്രകടിപ്പിച്ചതിൻ്റെ ശേഷമാണ് റബ്ബ് ആ വിഷയത്തിൽ ഇതേ കാര്യം തന്നെ ആയത്തിറക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എൻ്റെ റബ്ബിനോട് ഞാൻ യോജിച്ചു, 3 കാര്യങ്ങളിൽ യോജിച്ചു എന്ന് പറഞ്ഞ 1-ാമത്തതും കഴിഞ്ഞു, 2-ാമത്തതും കഴിഞ്ഞു. 3-ാമത്തത് അദ്ദേഹം പറയണത് മറ്റൊരിക്കൽ സൂറത്തു തഹരീമിലെ 5-ാമത്തെ വചനം ഇറങ്ങുന്നതിലും എൻ്റെ ആ ഒരു സംസാരം കാരണമായിട്ടുണ്ട്. അതെന്താ സംഭവം? ഞാൻ ചുരുക്കി പറയാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും അസർ നമസ്കാരം കഴിഞ്ഞാൽ ഭാര്യമാരുടെ അടുക്കലൊക്കെ ഒന്ന് ഇങ്ങനെ ചുറ്റിക്കറങ്ങും, വിശേഷങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പതിവായിരുന്നു, ഇങ്ങനെ സൈനബ ബീവിയുടെ അരികിൽ ചെന്നപ്പോൾ അവിടുന്ന് നബിക്ക് ഇഷ്ടപ്പെട്ട തേന് കുടിച്ചു. അള്ളാഹിൻ്റെ റസൂലോട് നല്ല മധുരമുള്ള നല്ല തേന് സൈനബ ബീവി കൊടുത്തപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ അത് കുടിച്ചു. അങ്ങനെ കുടിക്കുന്നതൊരു നബി പതിവാക്കിയപ്പോൾ ഇത് ആയിഷ റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മോളായ ഹഫ്സ ബീവി, ഇവർക്കൊന്നും ഇത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത്
സാധാരണ ഒന്നിലേറെ ഭാര്യമാരുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചില ഗീറത്തുകൾ, ഒരു അമർഷം അല്ലെങ്കിൽ ഒരു കണ്ടുകൂടായ്മ എന്നൊക്കെ പറയുന്നില്ലേ, ആ രൂപത്തിലുള്ള ഒരു സ്വഭാവമായിട്ട് നമ്മൾ അതിനെ കണ്ടാൽ മതി. ഏതായാലും അങ്ങനെ നബിതങ്ങൾ സ്ഥിരമായി സൈനബയുടെ അടുക്കൽ പോയിട്ട് ഇങ്ങനെ തേന് കുടിക്കുന്നത് കാണുന്നത് ഇവർക്കത്ര ഇഷ്ടമായില്ല. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ഒത്തിട്ട്, അഥവാ ആയിഷ ബീവിയും ഹഫ്സ ബീവിയും കൂടെ പരസ്പരം സ്വകാര്യത്തിൽ പറഞ്ഞു, നമുക്ക് ഒന്നറിയണം എന്താണ് സൈനബ ബീവിയുടെ വീട്ടിൽ നടക്കുന്നത്. അങ്ങനെ അവർ ഒരു വേലക്കാരിയെ അതിനു വേണ്ടി ശട്ടം കെട്ടി എന്താ അവിടെ നടക്കുന്നത് മനസ്സിലാക്കാൻ. അപ്പോൾ അവർക്ക് മനസ്സിലായി സൈനബ ബീവി തേൻ കൊടുക്കുന്നുണ്ട്, അള്ളാന്റെ റസൂൽ കുടിക്കുന്നുണ്ട്. അപ്പൊ ഇവര് എന്ത് ചെയ്തു, ഇനി നമുക്ക് സൈനബ ബീവിയുടെ വീട്ടിൽ നിന്ന് തേൻ കുടിച്ചിട്ട് നമ്മുടെ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ടാളും പറയണം, എന്തോ ഒരു ദുർഗന്ധം വരുന്നുണ്ടല്ലോ നിങ്ങളെ നമ്മൾ രണ്ടാളും പറയണം. എന്നാ പരസ്പരം രണ്ടാളും അറിഞ്ഞിട്ടുമില്ല എന്ന മട്ടിൽ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവ് പോലെ ആ വീട്ടിൽ നിന്ന് തേൻ കുടിച്ച് ഇപ്പുറത്തെ വീട്ടിലെത്തിയപ്പോൾ ആയിഷമ്മ ബീവി പറഞ്ഞു, നിങ്ങൾ എന്താണ് കഴിച്ചത്, എന്തോ ഒരു ദുർഗന്ധം വരുന്നുണ്ടല്ലോ. അതെന്നെ ഹഫ്സ ബീവിയുടെ അരികിൽ ചെന്നപ്പോൾ അവിടുന്നും പറഞ്ഞു. അപ്പൊ അള്ളാന്റെ റസൂല് പറഞ്ഞു, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, സൈനബ എനിക്കൽപ്പം തേന് തന്നു, അത് ഞാൻ കഴിച്ചിട്ടുണ്ട് എന്നല്ലാതെ വേറൊന്നുമില്ലല്ലോ. അല്ല, നിങ്ങളെന്തോ ദുർഗന്ധമുള്ള എന്തോ ഒരു ചെടിയുടെ ഒരു നീര് കഴിച്ചതുപോലെ എന്നിങ്ങനെ ഇവര് പറഞ്ഞു. അള്ളാന്റെ റസൂൽ അവിടെ വെച്ച് പറഞ്ഞു, ശരി, അള്ളാന്റെ റസൂലിനാണെങ്കിൽ അവിടുത്തെ വായിൽ നിന്നാവട്ടെ ശരീരത്തിൽ നിന്നാവട്ടെ എന്തെങ്കിലും അരോചകമായ ഒരു ഗന്ധം പുറപ്പെടുന്നത് ഒരിക്കലും അവിടുന്ന് ഇഷ്ടപ്പെടാത്ത വ്യക്തിത്വമാണല്ലോ, വിശുദ്ധനായ വ്യക്തിത്വമാണല്ലോ. അതുകൊണ്ട് അവിടുന്ന് തീരുമാനിച്ചു, ഇനി ഞാൻ തേൻ കുടിക്കണില്ല, ഇനി അങ്ങനെ കുടിച്ചിട്ട് ഇനി എന്നിൽ നിന്ന് അങ്ങനെ ഒരു ഇതാർക്കും തോന്നണ്ട. വാസ്തവത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാന്റെ റസൂലിനോട് ആ വിഷയത്തിൽ പറഞ്ഞു, എന്തിനാണ് നബിയെ അള്ളാഹു താങ്കൾക്ക് അനുവദിച്ചു തന്ന ഒരു കാര്യത്തെ താങ്കളുടെ ഭാര്യമാരുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ വേണ്ടാന്ന് വെച്ചത്? അത് ശരിയായില്ല എന്ന അർത്ഥത്തിൽ സൂറത്തു തഹരീമിന്റെ തുടക്കം മുതൽക്കുള്ള ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം അതാണ്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഇവരിത് പരസ്പരം രണ്ടാളും കൂടി ഒപ്പിച്ചൊരു വേലയായിരുന്നു എന്നൊക്കെ ആർക്ക് മനസ്സിലായി? അള്ളാന്റെ റസൂലിന് മനസ്സിലായി. ഇത് ഹഫ്സയും ആയിഷയും റളിയല്ലാഹു അൻഹുമ നമ്മുടെ ഉമ്മമാരാണ്, അവരുടെ മാനസികമായിട്ടുണ്ടായ ഒരു ചെറിയ തന്ത്രപ്രയോഗമായിരുന്നു എന്ന് മനസ്സിലായപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനതിൽ വിഷമമായി. വചനം ഇറങ്ങും ചെയ്തല്ലോ, അള്ളാഹു ഇങ്ങനെ പറയും ചെയ്തല്ലോ, എന്തിനാണ് നിങ്ങൾ അനുവദിക്കപ്പെട്ടൊരു കാര്യം വേണ്ടാന്ന് വെച്ചത്. ചുരുക്കി പറയാ, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ചില സംസാരങ്ങളും ഒക്കെ ഉണ്ടായി. നബിയും അതുപോലെ തന്നെ ഭാര്യമാരും കൂടെ കാര്യസംബന്ധമായ ചർച്ചകൾ ഇങ്ങനെ നടത്തിയപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും ഒക്കെ മനസ്സിലായി തങ്ങളുടെ രണ്ടാളുടെയും പെൺമക്കൾ ഇതിൽ വേണ്ടാത്ത രൂപത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പോയിട്ട് എന്തു പറഞ്ഞു? ഇവരോട് പോയിട്ട് പറഞ്ഞു, നിങ്ങളത് ചെയ്തത് എന്തായാലും ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അള്ളാഹിന്റെ റസൂലിന് വേണമെങ്കിൽ നിങ്ങളെയൊക്കെ ത്വലാഖ് ചൊല്ലിയിട്ട് നിങ്ങളെക്കാണൊക്കെ മുന്തിയ ആൾക്കാരെ വേണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പകരം കൊടുത്തേക്കുന്നു. നിങ്ങളൊക്കെ ത്വലാഖ് ചെല്ലുകയാണെങ്കിൽ നിങ്ങളെക്കാണ് ഹൈറായവരെ പടച്ചോൻ ചിലപ്പോൾ കൊടുത്തേക്കുന്നു. ഇത് പറഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അതാ ഉടനെ തന്നെ അതേ വചനാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത്. 5-ാമത്തെ സൂക്തത്തിൽ തഹരീമിൽ, അസാ റബ്ബുഹു ഇൻ ത്വല്ലഖകുന്ന, നിങ്ങളെ അല്ലാഹു, അസാ റബ്ബുഹു അവന്റെ രക്ഷിതാവ്, ആ റസൂലിന്റെ രക്ഷിതാവ് ആയേക്കാം, ഇൻ ത്വല്ലഖകുന്ന, ആ റസൂൽ നിങ്ങളെ ത്വലാഖ് ചൊല്ലിയാൽ, അയ്യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻകുന്ന, നിങ്ങളെക്കാൾ ഉത്തമകളായ സ്ത്രീകളെ പകരം കൊടുത്തേക്കാം. അപ്പൊ ആ വിഷയത്തില് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വചനം ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ 3 സംഭവങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്താണ്? ഈ 3 കാര്യത്തിലും ഉമർ റളിയല്ലാഹു തആല അൻഹു ആലോചിച്ച് പറഞ്ഞ അല്ലെങ്കിൽ പ്രകടിപ്പിച്ച അഭിപ്രായത്തോട് 100% യോജിച്ചുകൊണ്ട് റബ്ബിന്റെ ഭാഗത്ത് നിന്ന് വഹീ വരികയാണ്, റസൂലുള്ളാഹിക്ക് ആയത്തിറങ്ങാണ്. അത് ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ അല്ലെങ്കിൽ അദ്ദേഹത്തിലൂടെ പ്രകടമായ ഒരു അനുഗ്രഹം എന്ന നിലക്ക് മഹാനവറുകൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ബുഖാരിയിൽ കാണാൻ സാധിക്കും. ഈ ഹദീസിൽ ഇപ്പം 3 സംഭവമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ വേറെയും പല സംഭവങ്ങളിലും ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീക്ഷണവുമായിട്ടാണ് പിന്നീട് റബ്ബിന്റെ വചനങ്ങൾ, നിയമങ്ങൾ വന്നിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒരു ഉദാഹരണമാണ് ബദറിൽ ബന്ധനസ്ഥരായി പിടിച്ചിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യണം എന്ന ഒരു ചർച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ബദർ യുദ്ധത്തിന്റെ ശേഷം സഹാബിമാരോട് കൂടിയാലോചിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അവരൊക്കെ നമ്മുടെ ബന്ധുക്കളും കുടുംബങ്ങളും ഒക്കെ അല്ലേ, അവരിൽ നിന്ന് മോചന മൂല്യം വാങ്ങിയിട്ട് അവരെ നമുക്ക് മോചിപ്പിച്ചു വിടാമെന്ന അഭിപ്രായമായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും ആ അഭിപ്രായത്തോടാണ് യോജിപ്പുണ്ടായത്, അങ്ങനെ മതി. അതേ അവസരത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മറിച്ചാ പറഞ്ഞത്, അള്ളാന്റെ റസൂലെ, ഇവർ എന്തൊക്കെ ചതികൾ നമ്മോട് ചെയ്തവരാണ്, എത്രത്തോളം അക്രമം ചെയ്ത അക്രമികളാണ് ഇവരെ വിടാൻ പാടില്ല, ഇവരെ വകവരുത്തണം എന്നായിരുന്നു ആരുടെ അഭിപ്രായം? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം. എന്നാൽ ആ അഭിപ്രായത്തെ സ്വീകരിച്ചില്ല. പിന്നീട് 2 ദിവസം കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സദസ്സിലേക്ക് കയറി വന്നപ്പോൾ അള്ളാന്റെ റസൂലും കരയുന്നുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവും കരയുന്നുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? അപ്പോൾ പറഞ്ഞു, ഉമറേ, നീ ഇന്നലെ പറഞ്ഞ അഭിപ്രായമായിരുന്നു ഞങ്ങൾ സ്വീകരിക്കേണ്ടിയിരുന്നത്. അള്ളാഹു ആ വിഷയത്തിൽ അതാണ് തീരുമാനം പറഞ്ഞിട്ടുള്ളത് എന്ന്. എന്തായാലും ഇപ്പം അങ്ങനെ സംഭവിച്ചില്ലേ, നീ അങ്ങനെ തീരുമാനിച്ചില്ലേ, അങ്ങനെ തന്നെ നടക്കട്ടെ. അപ്പം നീ പറഞ്ഞ അഭിപ്രായമായിരുന്നു ശരി എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്നത് മാപ്പാക്കുകയും ചെയ്തു. അങ്ങനെ സഹോദരങ്ങളെ, അങ്ങനെയുള്ള പല വിഷയങ്ങളിൽ, അതാണ് ഞാൻ ഇതിൻ്റെ വിശദീകരണമായി ഓർമ്മപ്പെടുത്തുന്നത്, പല വിഷയങ്ങളിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരു പ്രത്യേക തൗഫീഖ് ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സ്ഥാനമുണ്ട് എന്നല്ല. ഈ ഉമ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ 1-ാം സ്ഥാനം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് തന്നെയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതിലുമൊക്കെ അപ്പുറമാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ തോന്നലുകളും ഉൾവിളികളും ഒക്കെ ധാരാളം വിഷയങ്ങളിൽ സത്യവുമായിട്ട് തന്നെയാണ് യോജിച്ചു വന്നിട്ടുള്ളത്. എന്നാൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനും ധാരാളം ഇതേപോലെ ഉണ്ടായിട്ടുമുണ്ട്. അതിൻ്റെ അർത്ഥം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് തോന്നിയ തോന്നലുകളൊക്കെ ശരിയായിരുന്നു എന്നാണോ? അങ്ങനെ 100% അദ്ദേഹത്തിൻ്റെ എല്ലാ ചിന്തകളും അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങളും ഒരു തെറ്റും സംഭവിക്കാത്ത നിലക്കുള്ള മഅസൂമായിരുന്നു, നബിമാരെ പോലെ ആ നിലക്കുള്ള ഒരു പ്രത്യേകതയുണ്ടായിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കരുത്. അതൊരിക്കലും ഇല്ല. ഇസ്മത്ത്, പാപസുരക്ഷിതത്വം നബിമാർക്ക് മാത്രമേയുള്ളൂ. അതേ അവസരത്തിൽ ഇവിടെ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തന്നെ പല അഭിപ്രായ പ്രകടനങ്ങളും അദ്ദേഹത്തിൽ നിന്നുണ്ടായ ചില ഇടപെടലുകളൊക്കെ സത്യത്തോട് യോജിക്കാതെയും വന്നിട്ടുണ്ട്. അത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു തിരുത്തി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഹുദൈബിയ സന്ധി ഉണ്ടായ കാലഘട്ടം, ഇതിലൂടെ നമ്മൾ കുറേ വിഷയങ്ങളും ചരിത്രങ്ങളും ഒക്കെ നമുക്ക് ഗ്രഹിക്കാനുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തന്നെ ജീവിതത്തിൽ ഉണ്ടായ ചില അഭിപ്രായ പ്രകടനങ്ങൾ സത്യത്തിനോട് എതിരായിരുന്നു, ആ അഭിപ്രായം അല്ലായിരുന്നു ശരി. അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. അതിൽ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു തിരുത്തി കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബിമാരും കൂടെ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഉംറ ഉദ്ദേശിച്ചുകൊണ്ട് പോയല്ലോ. പക്ഷെ ആ കൊല്ലം ഖുറൈശി മുശ്രിക്കുകൾ തടഞ്ഞല്ലോ, നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പാടില്ല. അങ്ങനെ ഹുദൈബിയയിൽ വെച്ച് നബിയെയും സഹാബിമാരെയും ഉംറക്ക് അങ്ങോട്ട് മക്കയിലേക്ക് കടക്കാൻ അനുവദിക്കാതെ തടഞ്ഞു വെച്ചു. അങ്ങനെ ചുരുക്കി പറയാണ്, ഹുദൈബിയയിൽ വെച്ചൊരു കരാർ എഴുതി ഒപ്പിടേണ്ടി വന്നു. എന്താ കരാറിലുള്ളത്? നിങ്ങൾ കൊല്ലം പിരിഞ്ഞു പോകണം, മക്കയിലേക്കാണ് പോകാൻ പാടില്ല. അതേപോലെ തന്നെ വേറെയും ആ ഹുദൈബിയയിൽ പല കരാറുകൾ ഉണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ആ കരാറുകളൊക്കെ വാസ്തവത്തിൽ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സ് വല്ലാതെ വേദനിപ്പിക്കുന്നതായിരുന്നു. ഒക്കെ ഏകപക്ഷീയമാണെന്ന് തോന്നിപ്പോകും. എഴുതിയ കരാറുകൾ മുഴുവനും അപ്പുറത്തുള്ള ആളുകൾക്ക് സന്തോഷിക്കാൻ വകയുള്ളതും മോമിനീങ്ങളുടെ മനസ്സിൽ ഒരു പരാജയത്തിൻ്റെ ബോധം ധ്വനിപ്പിക്കുന്ന നിലക്കുമായിരുന്നു ഹുദൈബിയയിലെ കരാറുകൾ. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. ആ കരാർ എഴുതുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരാറ് പത്രം എഴുതുമ്പോൾ എഴുത്തുകാരനെ കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതിപ്പിച്ചു. അപ്പോൾ അപ്പുറത്ത് നിന്ന് മധ്യസ്ഥനായിട്ട് വന്നിട്ടുള്ള ഖുറൈശികളുടെ മധ്യസ്ഥനായി വന്നിട്ടുള്ള സുഹൈൽ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് എഴുതാൻ പറ്റൂല. അങ്ങനെ അള്ളാന്റെ റസൂൽ അത് എഴുത്തുകാരനോട് പറഞ്ഞു, ആ റഹ്മാൻ റഹീം മായിച്ചേക്ക് ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതിക്കോ. ഒന്ന്. പിന്നെ മിൻ മുഹമ്മദിർ റസൂലില്ലാഹ് എഴുതി. ഇത് അള്ളാന്റെ റസൂലായ മുഹമ്മദിൽ നിന്ന് എഴുതുന്ന കരാറാണ് എന്ന് തുടങ്ങി. സുഹൈൽ ഇടപെട്ടു. അദ്ദേഹം പറഞ്ഞു, അത് പറ്റൂല,
അള്ളാഹിൻ്റെ റസൂലാണ് നിങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ ഞങ്ങൾ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തുകാരനോട് അതും വായിക്കാൻ പറഞ്ഞു. മിൻ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ്, അബ്ദുള്ളയുടെ പുത്രൻ മുഹമ്മദിൽ നിന്ന് എന്ന് മാറ്റി എഴുതി. അതേപോലെ തന്നെ ഇവിടുന്ന് ആരെങ്കിലും ഈ സന്ധി ഈ കരാറ് കാലത്ത് മുസ്ലിമീങ്ങളുടെ പക്ഷത്തു നിന്ന് ആരെങ്കിലും അങ്ങോട്ട് അഭയാർത്ഥികളായി ചെന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചയക്കണ്ടാന്നും, അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇങ്ങോട്ട് അഭയാർത്ഥികളായി വന്നാൽ മടക്കി അയക്കണമെന്നും ഒരു നിയമം. അതൊന്നും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് തീരെ സഹിച്ചില്ല. പലർക്കും സഹിച്ചില്ല. സഹാബികളൊക്കെ വല്ലാത്ത വിഷമത്തിലാണ്. എന്തിനിങ്ങനെ ഒരു കരാർ ഒപ്പിടുന്നു? എന്താണിത്? നമ്മൾ ഇങ്ങനെ നിന്ദ്യരാവേണ്ട ഒരു കാര്യമുണ്ടോ? മാത്രല്ല ഉമർ റളിയല്ലാഹു തആല അൻഹു കൂട്ടത്തിൽ ധൈര്യം സംഭരിച്ചിട്ട് അള്ളാഹിൻ്റെ റസൂലിനോട് പോയിട്ട് മനസ്സിൻ്റെ വിഷമൊക്കെ കേട്ടഴിച്ച് മുമ്പ് പോയിട്ട് അദ്ദേഹം ചോദിച്ചു, യാ റസൂൽ അല്ലാ, അള്ളാഹിൻ്റെ റസൂലേ, നിങ്ങൾ അള്ളാഹിൻ്റെ റസൂലാന്ന് ഉറപ്പല്ലേ? അതെ, ഞാൻ അള്ളാഹിൻ്റെ റസൂൽ തന്നെയാണ്. എന്താ പയ്യിൽ സംശയം? അദ്ദേഹത്തിന്റെ ചോദ്യം നോക്കണം നിങ്ങൾ. അലസ്ത നബി അല്ലാഹി ഹഖൻ, നിങ്ങൾ സത്യമായിട്ടും അള്ളാഹിന്റെ നബിയല്ലേ? റസൂൽ പറഞ്ഞു, അതെ ബല. അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചു, അലസ്നാ അലൽ ഹഖി, നമ്മൾ സത്യത്തിലും വഅദുവുനാ അലൽ ബാത്തിലി, നമ്മുടെ ശത്രുക്കള് ബാത്തിലും എന്നുള്ളത് ഉറപ്പല്ലേ നബിയെ? അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, അതെ. അപ്പൊ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നെയും ചോദിക്കാൻ, ഫലിമൻ ഉഅതി ദനിയത ഫീ ദീനിനായിദൻ, പിന്നെ എന്തിനാണ് ഇവരുടെ ഈ ആട്ടും തുപ്പും പോലെയുള്ള ഈ കരാറിൽ നമ്മൾ വഴങ്ങിക്കൊടുക്കുന്നത്? പറയുന്നതൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഇത്ര നമ്മൾ വളരെ മോശമായിട്ട് എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു കരാറിന് നിന്നു കൊടുക്കുന്നത്? അപ്പൊ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, ഉമറേ, ഇനി മനസ്സിലാക്കിയതല്ല ശരി, ഇനി മനസ്സിലാക്കാത്ത ഒരുപാട് വശങ്ങൾ ഇതുണ്ട്. ഇന്നി റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹിന്റെ റസൂലാണ്. വലസ്തു അസീഹി, ഞാൻ ആ അള്ളാഹുവിനോട് ഒരിക്കലും എതിര് പ്രവർത്തിക്കുകയില്ല. വഹുവ നാസിരീ, അവൻ എൻ്റെ സഹായിയായിട്ടുണ്ടാകും, അവൻ എന്നെ സഹായിക്കും. റളിയല്ലാഹു തആല അൻഹുവിനെ അള്ളാഹിൻ്റെ റസൂൽ ആശ്വസിപ്പിച്ചു. അങ്ങനെ അവിടുന്ന് പോയിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കുറച്ചാണ്ട് എത്തിയപ്പോൾ പിന്നെയും മനസ്സിൽ തന്നെ, എന്നാലും എന്താപ്പത്, പിന്നെ റസൂലിൻ്റെ അടുത്തേക്ക് പോകാൻ വയ്യല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നിട്ട് ഇതേ വർത്താനം ചോദിക്കണം, ഇതേ ചോദ്യങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കണം. അബൂബക്കർ റളിയല്ലാഹു അൻഹു അള്ളാഹിന്റെ റസൂല് പറഞ്ഞതുപോലത്തെ മറുപടി പറയണം. അങ്ങനെ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, പിന്നെ ഹുദൈബിയ ആ കരാറിലൂടെ അള്ളാഹിന്റെ റസൂലും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞ ആ തീരുമാനം ഉണ്ടല്ലോ, എന്തുമാത്രം മുസ്ലിം ഉമ്മത്തിന് വിജയമാണ് ആ കരാറുണ്ടായി തീർത്തത്. അതിൻ്റെ പേരിൽ ഞാൻ എപ്പോഴും എൻ്റെ റബ്ബിനോട് എനിക്ക് പറ്റിയ ആ അബദ്ധത്തെപ്പറ്റി ഇങ്ങനെ മാപ്പപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നിങ്ങനെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പോൾ നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആ അഭിപ്രായ പ്രകടനം അവിടെ ശരിയായില്ല. ഇതേപോലെ വേറെ ഈ സംഭവങ്ങളുണ്ട്. അള്ളാഹിൻ്റെ റസൂൽ വഫാത്തായപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്ത്, അള്ളാഹിന്റെ റസൂൽ വഫാത്തായി ഞാൻ സമ്മതിക്കൂല, തൽക്കാലം ഒരു ബോധക്ഷയം വന്നിരിക്കുകയാണ്, ഇപ്പൊ ഉണരും അള്ളാഹിന്റെ റസൂൽ, പെട്ടെന്ന് ഇപ്പൊ ഉണരും, ഇപ്പൊ തൽക്കാലം ഒരു അബോധാവസ്ഥയിൽ കിടക്കുകയാണ് എന്നാ പറയുന്നത്. ആരെങ്കിലും ഇനി അള്ളാഹിന്റെ റസൂൽ മൗത്തായി എന്ന് പറയുകയാണെങ്കിൽ അവന്റെ തലയാനെടുക്കുമെന്ന് പറഞ്ഞു. ഭയങ്കര രോഷാകുലനായിട്ട് നിൽക്കുകയാണ്. അള്ളാഹിന്റെ റസൂൽ വഫാത്താകുമ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഇല്ല. തൊട്ടപ്പുറത്ത് മദീനയുടെ അല്പം ഏതാനും കിലോമീറ്റർ അപ്പുറത്ത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഒരു കൃഷിയിടമുണ്ടായിരുന്നു. അവിടേക്ക് അദ്ദേഹം പോയിരിക്കുകയായിരുന്നു. മരണവാർത്ത കേട്ട് പെട്ടെന്ന് അദ്ദേഹം ഓടിപ്പാഞ്ഞു വന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നെറ്റിത്തടത്തിൽ ചുംബനമർപ്പിച്ച് നോക്കുമ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു രോഷാകുലനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വല്ലാതെ ദേഷ്യപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. ഇതും പറഞ്ഞിട്ട് മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സുപ്രസിദ്ധമായ പ്രസംഗം, ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒന്നും പറയാൻ പോയില്ല. നേരെ മിമ്പറിൽ കയറിയിട്ട് ജനങ്ങളോട് പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ, മൻ കാന യഅബുദു മിൻകും മുഹമ്മദ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചിരുന്നെങ്കിൽ ആ മുഹമ്മദ് ഇതാ വഫാത്തായിരിക്കുന്നു, മരണപ്പെട്ടിരിക്കുന്നു. റബ്ബിനെയായിരുന്നു ആരാധിച്ചിരുന്നത്, നിങ്ങൾ അള്ളാഹുവിനെയാണോ ആരാധിക്കുന്നത് എങ്കിൽ ആ അള്ളാഹു ഇന്നും ജീവനോടെയുണ്ട്. എന്നിട്ട് ഇന്നക മയ്യത്തും വ ഇന്നഹും മയ്യത്തു, നബിയെ താങ്കളും മരിക്കുന്നതാണ്, അവരും മരിക്കേണ്ടവരാണ്. ഒക്കെ ആ വചനങ്ങളൊക്കെ അള്ളാഹിൻ്റെ റസൂലിനെ സംബന്ധിച്ച് അള്ളാഹു
നിബിതങ്ങളോട് അറിയിച്ചിട്ടുള്ള ആ ആയത്തുകളൊക്കെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഓതിക്കൊടുക്കുകയാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത മിൻ ഖബ്ലിഹി റുസുൽ എന്ന് തുടങ്ങിയിട്ടുള്ള ആയത്തുകളൊക്കെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കേൾക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ സംസാരത്തിൽ കൃത്യമായി തന്നെ ഓതിക്കേൾപ്പിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അബൂബക്കർ ആ ആയത്തുകളാണ് ഓതിക്കേട്ടപ്പോൾ ഞാൻ ആ ആയത്തുകൾ ആദ്യം കേൾക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. എനിക്കെന്നെ നിയന്ത്രിക്കാനായില്ല, എൻ്റെ കൈകാലുകൾ തളർന്നു. ഞാൻ ഭൂമിയിലേക്ക് അങ്ങനെ തന്നെ എൻ്റെ കാല് തളർന്നിട്ട് കാലിന് എന്നെ താങ്ങാനുള്ള ശേഷിയില്ലാതെ ഞാൻ അങ്ങനെ തന്നെ ഇരുന്നു ഞാൻ മണ്ണിലേക്ക്. കാരണം എന്താപ്പം ഞാനിവിടെ ഈ പറഞ്ഞത്, ഇതൊക്കെയല്ലേ സത്യം എന്നെനിക്ക് ബോധ്യമായി. നോക്കൂ നിങ്ങൾ, അവിടെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനം ശരിയായോ? ശരിയായില്ലല്ലോ. അങ്ങനെ വേറെയും സംഭവങ്ങളുണ്ട്. ഞാനിത് സൂചിപ്പിക്കുന്നത് എന്തിനാണ്? മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഇങ്ങനെയൊക്കെ ഈ നിലക്കൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളുമായി യോജിച്ചുകൊണ്ട് ആയത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ എല്ലാ അഭിപ്രായങ്ങളും 100% തെറ്റുപറ്റാത്ത അഭിപ്രായങ്ങളായിരുന്നു എന്നല്ല, അദ്ദേഹം മഅസൂമാണ് എന്നുമല്ല. മറിച്ച് മഹാനവറുകളിലൂടെ ഒരുപാട് ഈ വിധത്തിലുള്ള കറാമത്തുകൾ അവിടുത്തെ വാക്കുകളിലൂടെ പ്രകടമായിട്ടുണ്ട്, ഇടപാടുകളിലൂടെ പ്രകടമായിട്ടുണ്ട്, ഇടപെടലുകളിൽ നിഴലിച്ചിട്ടുണ്ട്, ദൃശ്യമായിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആ നിലക്കുള്ള ഉൾവിളി, മനസ്സിൻ്റെ തോന്നലുകൾ, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ആ നിലക്കുള്ള തോന്നിപ്പിക്കലുകൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായത് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഈ ഹദീസിലൂടെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലുണ്ടായ ആ നിലക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്, ആ പ്രത്യേകതകളാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. ഇനിയും ഈ വിഷയത്തിലുള്ള ദീർഘമായ ഹദീസുകൾ വരുന്നുണ്ട്. അതിൽ വ്യത്യസ്ത സഹാബികളുടെ ജീവിതത്തിലുണ്ടായ കറാമത്തുകളെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാരഥന്മാരായ ആളുകൾ അവർ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന ആ ശരിയായ പാതയിലൂടെ മുന്നോട്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ നന്മകൾ അധികരിപ്പിച്ചുകൊണ്ട് വിശ്വാസത്തെ ദൃഢീകരിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബിന് ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ റബ്ബ് നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.